ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു പറഞ്ഞ ഉപമയാണ് ന്യായാധിപൻ്റെയും വിധവയുടെയും. ആരും സഹായിക്കാനില്ലാത്ത വിധവയെ നീതിരഹിതനായ ന്യായാധിപൻ സഹായിച്ചെങ്കിൽ ദൈവത്തിന് മക്കളായ നമ്മളെ ഏറ്റവും വലിയ നീതിനിഷ്ഠനായ ദൈവം എത്രയധികം സഹായിക്കും. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം വാക്യം: രക്ഷിക്കാൻ വയ്യാത്ത വണ്ണം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. വിശ്വാസവും പ്രത്യാശയും നിറഞ്ഞ മനസ്സിൽ നിന്നുയരുന്ന പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാതിരിക്കാനാവില്ല. ഇത് ദൈവത്തിന് മാത്രം ബലഹീനതയാണ്. മറ്റുള്ളവരുടെ അപേക്ഷകളെ തള്ളിക്കളയാനുള്ളൊരു സ്വാതന്ത്ര്യം, ആ ഒരു കഴിവ് മനുഷ്യൻ്റെ സവിശേഷതയാകുമ്പോൾ ദൈവത്തിന് അതൊരു ബലഹീനതയാണ്. ശിഷ്യരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്ന പിതാവായ ദൈവം നമ്മുടെ ഏത് പ്രാർത്ഥനയും കേൾക്കുമെന്ന ഉറപ്പാണ് ഈ ഉപമയിലൂടെ ഈശോ നമുക്ക് തരുന്നത്. വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നിരന്തരം നമുക്ക് ആ ദൈവസന്നിധിയിൽ അണയാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.